ഹലോ എവ്രി വൺ, ആൻജിയോൺ UPSC ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UPSC പ്രിലിംസ് 2026 നമുക്കൊരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ മാസം PIB ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, വിച്ച് ഈസ് റിച്വൽ തിയേറ്റർ. ഓക്കെ, ഓൾദോ നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് റിച്വൽ തിയേറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും 4 ഡിഫറെന്റ് റിച്വൽ തിയേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് PIB ഈ ഒരു ഡോക്യുമെന്റിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്. ആ 4 റിച്വൽ തിയേറ്റേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ എ വെരി ഷോർട്ട് ടൈം. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് ഒരു റിച്വൽ തിയേറ്റർ എന്ന് പറയുന്നത്. സോ റിച്വൽ തിയേറ്റർ ഈസ് നത്തിങ് ബട്ട് സർട്ടൻ റിച്വൽസ് ഉണ്ടാവുമല്ലോ നമുക്ക് ഓരോ ഡിഫറെന്റ് സ്റ്റേറ്റ്സിൽ, ഓരോ റീജിയൻസിൽ, റിലീജിയൻസ് അനുസരിച്ചിട്ട് ഓരോ റിച്വൽസ് ഉണ്ടാവും. ഈ റിച്വൽസിനെ ഡ്രമാറ്റിക് എക്സ്പ്രഷൻസിന്റെ ഒപ്പം ചേർത്തുകൊണ്ട് പെർഫോം ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ പറയുന്ന റിച്വൽ തിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ റിച്വൽ തിയേറ്റേഴ്സ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ കമ്പൈനിങ് സേക്രഡ് റിച്വൽസ് വിത്ത് ഡ്രമാറ്റിക് എക്സ്പ്രഷൻസ്. സോ ഇത് നമ്മൾ ഓഫൺ പെർഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പിൾസ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സ്പേസസ്, ഇവിടെയൊക്കെ ആയിരിക്കും നമ്മൾ റിച്വൽ തിയേറ്റേഴ്സ് പെർഫോം ചെയ്യുന്നുണ്ടാവുക. സോ റിച്വൽ തിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ സേക്രഡ് റിച്വൽസ് പ്ലസ് ഡ്രമാറ്റിക് എക്സ്പ്രഷൻസ് ആണ് കേട്ടോ. സോ ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് റിച്വൽ തിയേറ്റേഴ്സ് ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജിനെ കുറിച്ചിട്ട്, അല്ലെ? ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ റിച്വൽസ്, കസ്റ്റംസ്, നോളജ്, ആർട്ട് ഫോംസ്, ഇതെല്ലാമാണ് ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജിൽ വരുന്നത്. ടാഞ്ചിബിൾ ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോണുമെന്റ്സ് ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജും എന്താണ്, നമ്മുടെ കൾച്ചറിന്റെ പാർട്ട് തന്നെയാണ്. സോ യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള ഒരുപാട് ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ഉണ്ട്. അതെല്ലാം നമ്മൾ അതിന്റെ പേരുകളൊക്കെ നിങ്ങൾ പഠിക്കണം. പക്ഷെ 4 എണ്ണത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ PIBയുടെ ഈ ഡോക്യുമെന്റ് പ്രകാരം PIB പറഞ്ഞിട്ടുള്ള 4 ഇമ്പോർട്ടന്റ് റിച്വൽസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാണ് കൂടിയാട്ടം, 2 രാംലീല, 3 രമ്മൻ, 4 മുടിയേറ്റ്. സോ ഈ 4 എണ്ണത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നതാണ് കൂടിയാട്ടം. കൂടിയാട്ടം എന്ന് പറയുമ്പം കേരളത്തിൽ ഒറിജിൻ ചെയ്തിട്ടുള്ള ഒരു കലാരൂപമാണ്, ഒരു റിച്വൽ തിയേറ്റർ ആണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. ഏകദേശം 2000 ഇയേഴ്സ് പഴക്കമുള്ള ഒരു റിച്വൽ തിയേറ്റർ കൂടിയാണ് കേട്ടോ. ഇതില് സാൻസ്ക്രിറ്റ് ക്ലാസിക്സ് കേരളത്തിന്റെ ലോക്കൽ ട്രഡീഷനുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്തിട്ട് ആണ് നമ്മൾക്ക് ഈ ഒരു കൂടിയാട്ടത്തിൽ കാണാൻ പറ്റുന്നത്. സാൻസ്ക്രിറ്റ് ക്ലാസിസിസം പ്ലസ് കേരള ലോക്കൽ ട്രഡീഷൻസ്. ഇത് പ്രധാനമായിട്ടും കൂത്തമ്പലങ്ങളിലാണ് പെർഫോം ചെയ്യുന്നത് കേട്ടോ. 40 ദിവസം വരെ നീണ്ടുപോകുന്ന കൂടിയാട്ടങ്ങളൊക്കെ ഉണ്ട്. അടുത്ത് നമുക്ക് മുടിയേറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. മുടിയേറ്റ് എഗെയിൻ നമുക്ക് അറിയുന്നത് പോലെ തന്നെ കേരളത്തിൽ കാണപ്പെടുന്ന ഒരു റിച്വൽ തിയേറ്റർ ആണ്. പ്രധാനമായിട്ടും സെൻട്രൽ കേരളയില്, എറണാകുളം ജില്ല പോലത്തെയുള്ള ആ സെൻട്രൽ കേരളയിലാണ് നമുക്ക് മുടിയേറ്റ് കാണാൻ പറ്റുന്നത്. ഭദ്രകാളി കാവുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ട് അവിടെ ഉത്സവങ്ങളിലൊക്കെയാണ് മുടിയേറ്റ് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ മുടിയേറ്റിന്റെ ഒരു തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദാരികവധമാണ്. ദാരികവധം, അതായത് ദാരികൻ എന്ന് പറയുന്ന ഒരു അസുരനെ ഭദ്രകാളി തോൽപ്പിക്കുന്നത് അല്ലെങ്കിൽ കൊല്ലുന്നത്, അത്തരത്തിലുള്ള ഒരു ഡിവൈൻ സ്റ്റോറി ടെല്ലിംഗ് ആണ് നമുക്ക് മുടിയേറ്റിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. അടുത്തതാണ് രാംലീല. രാംലീല നമുക്ക് കാണാൻ പറ്റുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. ദശറയുടെ ടൈമിലാണ് നമുക്ക് രാംലീല കാണാൻ പറ്റുന്നത്. രാമായണത്തിലെ കഥകളൊക്കെയാണ് ഈ രാംലീലയിൽ പെർഫോം ചെയ്യപ്പെടുന്നത്. ഇത് 16th സെഞ്ചുറിയിൽ രചിക്കപ്പെട്ട 16th സെഞ്ചുറി
ഓക്കെ, സോ 16th സെഞ്ചുറിയിൽ രചിക്കപ്പെട്ട രാമചരിതമാനസ് എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട് തുളസീദാസിന്റെ. അത് അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പറയുന്ന രാമലീലയിലെ പെർഫോമൻസ് ഒക്കെ നടക്കുന്നത് കേട്ടോ. അടുത്തതാണ് രമ്മൻ. രമ്മൻ ആക്ച്വലി ഗർവാൾ റീജിയൻ, ഹിമാലയാസിന്റെ ഗർവാൾ റീജിയനിൽ കാണപ്പെടുന്ന അവിടുത്തെ 2 വില്ലേജസ് കേന്ദ്രീകരിച്ച് ആ 2 വില്ലേജസ് ബേസ് ചെയ്ത് കാണപ്പെടുന്ന ഒരു കലാരൂപമാണ് രമ്മൻ എന്ന് പറയുന്നത്. രമ്മൻ, ഗർവാൾ, ഹിമാലയാസ്. സോ ഇവിടുത്തെ 2 വില്ലേജസ് സലൂർ ഡംഗ്ര വില്ലേജസ് ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന രമ്മൻ. ഓക്കെ, രമ്മൻ എന്ന് പറയുന്ന റിച്വൽ തിയേറ്റർ ഉത്തരാഖണ്ഡ് റീജിയനിലാണ്. ഗർവാൾ ഹിമാലയാസിന്റെ ഉത്തരാഖണ്ഡ് റീജിയനിലാണ് നമുക്ക് കാണുന്നത്. സോ മാസ്ക്ഡ് ഡാൻസ് ഈ പറയുന്ന രമ്മന്റെ ഒരു പാർട്ട് കൂടിയാണ്. മാസ്ക്ഡ് ഡാൻസ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ PIBയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള 4 റിച്വൽ തിയേറ്റേഴ്സ്. ഈ 4 എണ്ണവും യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിന്റെ ലിസ്റ്റിൽ ഉള്ളതും കൂടിയാണ്. ഇതിൽ കൂടിയാട്ടം 2008 യുനെസ്കോ ഈ പറയുന്ന ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തത്. അതുപോലെ രാംലീലയും 2008 രമ്മൻ 2009 മുടിയേറ്റ് 2010 മുടിയേറ്റിന് റെക്കഗ്നിഷൻ കിട്ടിയത്. സോ കൂടിയാട്ടം, മുടിയേറ്റ്, രാംലീല, രമ്മൻ ഈ 4 റിച്വൽ തിയേറ്റേഴ്സ് നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ വരുന്ന UPSC പ്രിലിംസ് 2026. ഇതുപോലെയുള്ള ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുപോലെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ടെലിഗ്രാം ചാനലിൽ മെമ്പർ ആവുക. അവിടെ ഒരുപാട് ഫ്രീ ഇനീഷ്യേറ്റീവ്സ് നമ്മൾ ഇത്തവണത്തെ പ്രിലിംസിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.